രാജ്യദ്രോഹികൾ പല രീതിയിലുണ്ട് ബി.ജെ.പിക്ക് കേന്ദ്ര സർക്കാരിന്. പുതിയ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് ചൈനീസ് ഉപകരണങ്ങൾ വാങ്ങുന്നവർ, ചൈനീസ് ഉപകരണങ്ങൾ വിൽക്കുന്നവർ, ചൈനയുമായി സഹകരിച്ചു പോകുന്നവരൊക്കെയാണ് പുതിയ രാജ്യദ്രോഹികൾ. അതിൻ്റെ പേരിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ഏജൻസികളിൽ ഒന്നായിട്ടുള്ള PTIക്ക് ഒരു ഭ്രഷ്ട് കൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. PTI എന്ന് പറയുന്നത് ANA പോലെയുള്ള ഒരു വാർത്താ ഏജൻസിയാണ്. ആ വാർത്താ ഏജൻസി ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്ത് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡറിൻ്റെ ഒരു അഭിമുഖം സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നത്, അദ്ദേഹം എന്തു പറയുന്നു ഈ വിഷയത്തിൽ എന്നുള്ളത് PTIയിലൂടെ PTI വാർത്താ ഏജൻസി പുറം ലോകത്തെ അറിയിച്ചു. ഇത് രാജ്യവിരുദ്ധമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ കാണുന്നത്, കേന്ദ്ര സർക്കാർ കാണുന്നത്, BJP പ്രവർത്തകർ കാണുന്നത്. ഉടൻ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കണക്ഷനും എല്ലാ ബന്ധങ്ങളും PTIയിൽ നിന്ന് വിച്ഛേദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുമായി ബന്ധമുള്ള ആളുകൾ, ചൈനയുമായി എന്തോ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നതിൻ്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവിരുദ്ധരാണ്, അതായത് രാജ്യദ്രോഹികളാണ്. അങ്ങനെ ചൈനയുമായി ആരൊക്കെ ബന്ധത്തിലേർപ്പെടുന്നു അവരൊക്കെ രാജ്യദ്രോഹികളാണ് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ അതെത്രത്തോളം പ്രായോഗികമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിത്യേനയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി തീർന്നിരിക്കുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ. ഏറ്റവും വിലക്കുറവിൽ നമ്മളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് മറ്റു രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾക്കോ ഈ രാജ്യത്ത് നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കോ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ചൈനീസ് ഉൽപ്പന്നങ്ങളെ പരിപൂർണമായും ബഹിഷ്കരിക്കാൻ സാധിക്കൂ. ഇവിടെ അതല്ല വിഷയം. എല്ലാവരും രാജ്യദ്രോഹികളാണ്. ചൈനയുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു വാർത്ത ചൈനീസ് അംബാസിഡറിന്റെ പേരിൽ നൽകിയ PTIയിലെ മാധ്യമ പ്രവർത്തകരൊക്കെ, വാർത്താ ഏജൻസി നടത്തിപ്പുകാരൊക്കെ രാജ്യദ്രോഹികളാണ് എങ്കിൽ അമിത്ഷായുടെ മോനാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹി എന്ന് ഞാൻ പറയും. കാരണം വെറുതെ പറയുകയല്ല, അമിത്ഷായുടെ മകൻ BCCIയുടെ അധ്യക്ഷനായിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. BCCIയുടെ അധ്യക്ഷനായി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷവും അദ്ദേഹം തന്നെയാണ് അധ്യക്ഷൻ. അതായത് BCCIയുടെ സ്പോൺസർഷിപ്പ് IPLൽ ഏറ്റെടുത്തിട്ടുള്ളത് ചൈനീസ് മൊബൈൽ കമ്പനിയായിട്ടുള്ള വിവോ ആണ്. അതായത് BCCIയുടെ നേതൃത്വത്തിൽ IPL വിവോ സ്പോൺസർ ചെയ്ത് സംഘടിപ്പിക്കുമ്പോൾ ആ BCCIയുടെ തലപ്പത്തിരിക്കുന്നത് ഈ അമിത്ഷായുടെ മകനാണ്. ആ കാര്യം കേന്ദ്ര സർക്കാരിന് ഓർമ്മയില്ല. അമിത്ഷായുടെ മകനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. BCCIയോട് വിവോയുടെ സ്പോൺസർഷിപ്പ് നിർത്താൻ അമിത്ഷാ ആവശ്യപ്പെടുന്നില്ല. കാരണം BCCIയുടെ തലപ്പത്തുള്ളത് അമിത്ഷായുടെ മകനാണ്. വിവോയോട് സ്പോൺസർഷിപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പോൺസർഷിപ്പിനെ പിടിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. അതിൽ തൻ്റെ മകൻ കഷ്ടപ്പെടേണ്ട എന്ന് അമിത്ഷാ ചിന്തിച്ചു കാണും. അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ചൈനയുമായിട്ട് നേരത്തെ ബന്ധമുള്ള ആളുകളെ നിലവിൽ രാജ്യദ്രോഹിയാക്കുന്നുണ്ടെങ്കിൽ, ചൈനീസിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ രാജ്യദ്രോഹികളാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ, അങ്ങനെയാകുമ്പോൾ ഞങ്ങൾ പറയുന്നു ഏറ്റവും വലിയ രാജ്യദ്രോഹി രാജ്യസ്നേഹത്തിൻ്റെ അംബാസിഡറായിട്ടുള്ള BJPയുടെ നേതാവിൻ്റെ മകനായിട്ടുള്ള അമിത്ഷായുടെ പൊന്നോമന പുത്രൻ ജയ്ഷയാണ് എന്ന് ഞങ്ങൾ എടുത്തു പറയും. അതുകൊണ്ട് തന്നെ ആദ്യം അമിത്ഷാ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് താങ്കളുടെ മകനെ തന്നെയാണ്. കാരണം ഇത്രയും വലിയ ഒരു പ്രതിസന്ധി രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയുടെ മകൻ ചൈനീസ് സ്പോൺസർഷിപ്പ് ആഗ്രഹിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായിട്ടുള്ള IPL സംഘടിപ്പിക്കാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പിടിച്ചകത്തിടേണ്ടത് സ്വന്തം പുത്രനെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Podcast.